ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന്, ആ വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ലീഗൽ എയ്ഡ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. കാരണം പുതിയ ഗവൺമെന്റ് റിപ്പോർട്ട് പ്രകാരം ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത് ഒരുപാട് പേര് ലീഗൽ എയ്ഡും ഡെത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി മരണപ്പെട്ട ആ സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം, ഈ സർട്ടിഫിക്കറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. കാരണം ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ 21 ദിവസത്തിനുള്ളിൽ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ 21 ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലീഗൽ എയർ ആണ്. ലീഗൽ എയർ എന്ന് പറയുന്നത് വെറും സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ലീഗൽ എയർ എന്ന് പറയുന്നത് മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ ആർക്കൊക്കെയാണ് അധികാരം അല്ലെങ്കിൽ അവകാശമുള്ളതെന്ന് തെളിയിക്കാനുള്ളതാണ് ലീഗൽ എയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യുമ്പോഴും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ ഇത് ആ വ്യക്തി മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ ആർക്കൊക്കെയാണ് അവകാശം എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ലീഗൽ എയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ലീഗൽ എയറിന് അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഗവൺമെന്റ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് റിജക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ പ്രോസസ്സ് കോംപ്ലക്സ് ആവും. അതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളതെന്ന് പറയുന്നത്. കാരണം ലീഗൽ എയേഴ്സ്, ഈ മരണപ്പെട്ടവരുടെ ലീഗൽ എയർ ആയിട്ടുള്ള ആൾക്കാരിൽ ഏതെങ്കിലും ഒരു ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളുടെ ലീഗൽ എയേഴ്സിന്റെ സമ്മതം കൂടി ഇതിന് വേണ്ടി വരും. അപ്പോൾ അത് കോംപ്ലക്സ് ആയിട്ട് കൊണ്ടേയിരിക്കും. അങ്ങനെ മെമ്പേഴ്സിന്റെ എണ്ണം കുറെ കൂടി കഴിഞ്ഞാൽ അത് റിജക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഗവൺമെന്റ് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരിലുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റും ലീഗൽ എയേഴ്സ് പോലത്തുള്ള മറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ബന്ധുക്കൾ, റിലേറ്റീവ്സ് ശ്രമിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. And thanks for watching me and stay tuned for another video. Okay, thank you.